കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ കമ്പനി ലോ MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് PSC സിലബസുമായി ബന്ധപ്പെട്ട കമ്പനി ലോ മൊഡ്യൂൾ 6 10 മാർക്കിനുള്ള മുൻപേ നടന്ന ക്ലാസ്സുകൾ ഒഴിച്ച് ബാക്കിയുള്ളവയുമായി ബന്ധപ്പെട്ട MCQ ചിലതെങ്കിലും PYQ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പും. ക്വസ്റ്റ്യൻസ് നോക്കാം. The minimum number of directors required to constitute an audit committee in a listed public company is 2, 3, 4, 5. എത്രയാണ് മിനിമം നമ്പർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഓഡിറ്റ് കമ്മിറ്റിക്ക്. മിനിമം ബി ഓപ്ഷനായ 3 മെമ്പേഴ്സ് ആണ് ഓഡിറ്റ് കമ്മിറ്റിയിൽ ആവശ്യമുള്ളത്. 2, ഓഡിറ്റ് കമ്മിറ്റി മസ്റ്റ് കൺസിസ്റ്റ് ഓഫ് മെജോറിറ്റി ഓഫ് എക്സിക്യൂട്ടീവ് ഇൻഡിപെൻഡന്റ് ഗവൺമെന്റ് nominees and shareholder representatives. മെജോറിറ്റി ഏത് തരം മെമ്പേഴ്സ് ആണ് ഓഡിറ്റ് കമ്മിറ്റിയിൽ വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യന്. സെക്കൻഡ് ഓപ്ഷൻ ബി ആണ്, ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആണ്. മിനിമം 3 പേരും അതിൽ മെജോറിറ്റി ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആയിരിക്കണം എന്നുമാണ് ഓഡിറ്റ് കമ്മിറ്റിയുടെ കോമ്പോസിഷന്. അടുത്തത് ചെയർപേഴ്സൺ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി മസ്റ്റ് ബി മാനേജിംഗ് ഡയറക്ടർ, കമ്പനി സെക്രട്ടറി, ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, എനി സീനിയർ എക്സിക്യൂട്ടീവ്. മൂന്നാമത്തെ ആൻസർ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ, ഓപ്ഷൻ 3 ഓപ്ഷനാണ്, സി ഓപ്ഷനാണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ. വിച്ച് സെക്ഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013 ഡീൽസ് വിത്ത് ഓഡിറ്റ് കമ്മിറ്റീസ്? CA ഇന്റർ 2019 മെയ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനും കൂടിയാണ്. സെക്ഷൻ 135, 139, 177, 184. 4ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 177 ആണ്. The frequency of board meetings in a year should be at least. എത്ര കൂടുമ്പോഴാണ് ബോർഡ് മീറ്റിംഗ് നടത്തേണ്ടത്? The frequency of board meeting in a year should be at least ഒരു വർഷത്തിൽ. കേരള PSC കമ്പനി ലോ എക്സാമിന് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 5th ആൻസർ ഓപ്ഷൻ സി, 4 മീറ്റിംഗ്സ്. The maximum gap between 2 board meetings should not exceed 90 days, 100 days, 120 days, 150 days. 120 days ആണ്, സി ഓപ്ഷൻ ആണ്. വർഷത്തിൽ 4 മീറ്റിങ്ങും 2 മീറ്റിങ്ങും തമ്മിലുള്ള ഗ്യാപ്പ് 120 ദിവസത്തിൽ കൂടാനും പാടില്ല. Quorum of board meeting is 1/3 of total strength or 2 directors whichever is higher, half of directors or 3 whichever is higher, 1/2 of strength or 4 directors whichever is lower, none. ഏഴിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 1/3 of total strength അല്ലെങ്കിൽ 2 directors whichever is higher. Which of the following is not required to be placed before the audit committee? Related party transaction, financial statement, CSR policy report, internal audit report. 8ന്റെ ആൻസർ സി ആണ്, CSR പോളിസി റിപ്പോർട്ട്. ബാക്കിയെല്ലാം ഓഡിറ്റ് കമ്മിറ്റിന്റെ മുമ്പാകെ വരും. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് അല്ല. Disclosure of related party transaction in financial statements ensures secrecy, transparency, monopoly, confidentiality. ഡിസംബർ 2018 UGC നെറ്റ് കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. 9ന്റെ ആൻസർ ബി ഓപ്ഷൻ ആണ്, ട്രാൻസ്പെറൻസി ആണ്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ട്രാൻസ്പെറന്റ് ആക്കും എന്ന ഗുണം അതിനുണ്ട്. 10. Every listed company must prepare a corporate governance report under SBI Law Regulation 2015,
Companies Act 1956, RPI Act 1934, FEMA Act. 10ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. SBI ലോഡ് റെഗുലേഷൻ 2015 പ്രകാരമാണ്. Annual return of a company is filed in Form MGT5, MGT7, AFC4, ADT1. പറഞ്ഞതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫോം MGT7. 12. Annual return of a company should be signed by company secretary, CEO, any director, auditor. കമ്പനി സെക്രട്ടറി ആണ് ആൻസർ. ആനുവൽ റിട്ടേൺ ഓഫ് എ കമ്പനി ഷുഡ് ബി സൈൻഡ് ബൈ. ഡിസംബർ 2020 CMA ഇന്റർന്ന് ചോദിച്ച ക്വസ്റ്റ്യനും കൂടിയാണ്. The time limit for filing annual return from the date of AGM is 30 days, 45 days, 60 days, 90 days. 13ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 60 days. A company may be wound up voluntarily when members pass a special resolution, tribunal order, government direct creditors apply. 14ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. മെമ്പേഴ്സ് പാസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ, കമ്പനി മേ വൈൻഡ് അപ്പ് voluntarily. 15. In case of voluntary winding up, the declaration of solvency must be filed with Registrar of Company, NCLT, National Company Law Tribunal ആണ്, SEBI, RBI. 15ന്റെ ആൻസർ രജിസ്ട്രാർ ഓഫ് കമ്പനി. 16. Who conduct a voluntary winding up? Who conducts voluntary winding up? Auditor, company secretary, liquidator, court. 16 സി ആണ്, ലിക്വിഡേറ്റർ ആണ് വൈൻഡിങ് അപ്പ്, voluntary winding up കണ്ടക്ട് ചെയ്യാം. The tribunal may order winding up if company unable to pay debts, act against sovereignty of India, just and equitable ground, all of the above. All of the above ആണ്, ഡി ഓപ്ഷൻ ആണ് ശരി ആൻസർ. നെറ്റ് കൊമേഴ്സ് 2017 ജൂണിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The minimum amount of default required to file winding up petition under NCLT is 1 lakh, 5 lakh, 10 lakh, 25 lakh. പോയിന്റിന് ആൻസർ സി ഓപ്ഷൻ ആണ്, 10 lakh ആണ് മിനിമം എമൗണ്ട് ഓഫ് ഡിഫോൾട്ട് റിക്വയർഡ് ടു ഫയൽ വൈൻഡിങ് അപ്പ് പെറ്റീഷൻ. CA 2020 നവംബറിൽ ചോദിച്ച ക്വസ്റ്റ്യനും കൂടിയാണ്. Winding up by tribunal is covered under which section of Companies Act 2013? 271, 72, 773, 275. 19ന്റെ ആൻസർ എ ആണ്, 271. In compulsory winding up, who appoint the liquidator? ROC, tribunal, board of directors, creditors. Tribunal. 21. Who prepare the statement of affairs of winding up by tribunal? Auditor, company secretary, directors of the company, shareholders. 21ന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, directors of company prepare the statement of affairs winding up by tribunal. A liquidator is required to submit report to ROC, tribunal, central government, SEBI. 22 ബി ആണ്,
tribunal. Which of the following is not a power of company liquidator? Carrying on business for beneficial of winding up, instituting or defending suit, declare dividend, making final resolution without tribunal approval. ഡി ആണ് മേക്കിംഗ് ഫൈനൽ ഡിസൊല്യൂഷൻ വിത്തൗട്ട് ട്രൈബ്യൂണൽ അപ്രൂവൽ ആണ് നോട്ട് എ പവർ എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. വിച്ച് സെക്ഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013 ഡീൽസ് വിത്ത് അപ്പോയിൻമെന്റ് ഓഫ് എ കമ്പനി ലിക്വിഡേറ്റർ? 273, 74, 75, 76. 24ൻ്റെ ആൻസർ സി ഓപ്ഷൻ ആണ് 275. Who supervise the work of liquidator in compulsory winding up? NCLT, ROC, SEBI, auditor. NCLT. 2022 കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്രൊവിഷണൽ ലിക്വിഡേറ്റർ ക്യാൻ ബി അപ്പോയിന്റഡ് ബൈ ROC, ട്രൈബ്യൂണൽ, സെൻട്രൽ ഗവൺമെന്റ്, ഓഡിറ്റർ. ട്രൈബ്യൂണൽ ആണ്, ബി ഓപ്ഷൻ ആണ് ആൻസർ. 27. ദ ഫൈനൽ ഓർഡർ ഓഫ് ഡിസൊല്യൂഷൻ ഈസ് പാസ്ഡ് ബൈ ലിക്വിഡേറ്റർ, NCLT, രജിസ്ട്രാർ ഓഫ് കമ്പനി, ഓഡിറ്റർ. ബി ആണ് NCLT. Priority of payment in liquidation first goes to secured creditors, government due, cost of liquidation, workmen dues. 28 സി ഫസ്റ്റ് സി ഓപ്ഷൻ ആണ് കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ. കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ ആണ് ആൻസർ. പേയ്മെന്റ് ഓഫ് വർക്കേഴ്സ് ഡ്യൂസ് ഹാസ് priority up to 6 months, 12 months, 18 months, 24 months. 29ൻ്റെ ആൻസർ ബി ഓപ്ഷൻ ആണ് 12 months ആണ്. The contributors in winding up are secured creditors, debenture holders, present and past members liable to contribute, government authorities. The contributors അയച്ചത് 30ൻ്റെ ആൻസർ സി ഓപ്ഷൻ ആണ് പ്രസന്റ് ആൻഡ് പാസ്റ്റ് മെമ്പേഴ്സ് liable to contribute. Liquidators final report is filed in ROC, NCLT, SEBI, RBI. 31ൻ്റെ ആൻസർ എ ആണ് ROC. Which section provides for dissolution of company by tribunal? 281, 302, 302 എ, 302 ബി. 32ൻ്റെ ആൻസർ 32 ഓപ്ഷൻ ബി ആണ് 302 ആണ് ആൻസർ. When assets are insufficient, the order of payment is shareholders, creditors, workmen. Creditors, workmen, government. Cost of liquidation, workmen, secured creditors, shareholders, government, creditors. 33ൻ്റെ ആൻസർ സി ആണ് കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ ഫസ്റ്റ്, അതിനുശേഷം വർക്ക്മെൻ ഡ്യൂ, അതിനുശേഷം സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന ഓർഡർ പ്രകാരമാണ് അസറ്റ് തികയാതെ വരികയാണെങ്കിൽ പേയ്മെൻറ്റ് നൽകുക. വോളണ്ടറി വൈൻഡിങ് അപ്പ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ordinary resolution, special resolution, both A and B, tribunal only. 34ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. Declaration of solvency must be verified by one director, two director, three directors, company secretary.
35-ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 directors. Who can file petition for winding up? Company itself, creditors, ROC, any of the above. 36 ഡി ഓപ്ഷനാണ്, any of the above. 2021 ഡിസംബർ CMA ഇന്റർ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. In case of fraudulent conduct of business during winding up, liability falls on shareholders, directors, auditors, creditors. 37 ഓപ്ഷൻ ബി ആണ്, ഡയറക്ടേഴ്സ്. Who has the power to stay winding up proceedings? ROC, tribunal, auditor, government. 38 ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രൈബ്യൂണൽ ആണ്. Which committee supervise auditors' performance in listed companies? Nomination committee, CSR committee, audit committee, shareholders committee. ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയതാണ്. 39 ഓപ്ഷൻ സി, audit committee. The register of members must be produced during. The register of members must be produced during AGM only, board meeting only, winding up proceedings, none. 40 ആൻസർ സി ഓപ്ഷൻ ആണ്, വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ്. 41 which section mandates filing of annual return with ROC? കേരള PSC കമ്പനി ലോ എക്സാമിന് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. സെക്ഷൻ 92, 129, 133, 137. 41 ആൻസർ എ ആണ്, ഓപ്ഷൻ എ. സെക്ഷൻ 92 ആനുവൽ റിട്ടേൺ include details of indebtedness, shareholding pattern, directors and key managerial person, all of the above. 42 ആൻസർ ഡി ആണ്, all of the above ആണ്. ആനുവൽ റിട്ടേൺ ഇൻക്ലൂഡ്സ് ഡീറ്റെയിൽസ് ഓഫ് ഈ പറഞ്ഞ ആളുകളെല്ലാം ഉണ്ടാവും. 43 ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മസ്റ്റ് ബി ഹെൽഡ് വിത്തിൻ 15 days, 30 days, 60 days, 90 days ഓഫ് ഇൻകോർപ്പറേഷൻ. 43 ആൻസർ ബി ആണ്, 30 days. ബോർഡ് മീറ്റിങ്ങിൻ്റെ കാര്യം 30 days ആണ്. വിച്ച് കമ്മിറ്റി ഓവർസീസ് റിസ്ക് മാനേജ്മെൻറ്റ് ഇൻ കമ്പനീസ്? Audit committee, risk management committee, or CSR committee, nomination and remuneration committee. 44 ആൻസർ ബി ഓപ്ഷൻ ആണ്, റിസ്ക് മാനേജ്മെന്റ് കമ്മിറ്റി ആണ്. UGC നെറ്റ് കൊമേഴ്സ് 2020 ഡിസംബറിന് ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ബോർഡ്സ് റിപ്പോർട്ട്? CSR ആക്ടിവിറ്റി, ഡിവിഡൻഡ് റെക്കമെൻഡേഷൻ, ഓഡിറ്റേഴ്സ് റെമ്യൂണറേഷൻ, സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ്. 45 ആൻസർ ഡി ആണ്, സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ബോർഡ് റിപ്പോർട്ട്സിൽ ഉണ്ടാവാറില്ല. മുകളിൽ സൂചിപ്പിച്ചെല്ലാം ഉണ്ടാവും. ഹു ഹാസ് ദി അതോറിറ്റി ടു കാൾ ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ്? EGM. 46 ക്വസ്റ്റ്യനിൽ ROC, ട്രൈബ്യൂണൽ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് 1/10 വോട്ടിംഗ് പവർ. 46 ആൻസർ ഡി ആണ്, ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് 1/10 വോട്ടിംഗ് പവർ. Secretarial standards on board meeting are issued by ICAI, ICSI, MCA, SEBI. ശരിയായ ആൻസർ 47 ബി ആണ്, ICSI കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്ന ബോഡിയാണ് സെക്രട്ടറി സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യാം. MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. 47 ആൻസർ ബി ഓപ്ഷൻ ആണ്, ICSI.
Winding up is completed. The liquidator file final accounts with tribunal, ROC, SEBI, both A and B. 48 ആൻസർ ഡി ആണ്. ബോത്ത് എ ആൻഡ് ബി, ട്രൈബ്യൂണൽ ആൻഡ് ROC. Dissolution order passed by NCLT must be filed with ROC within 15 days, 13 days, 45 days, 60 days. 49 ആൻസർ ബി ആണ്, 30 days. After dissolution, company's name is removed from balance sheet, register of members, register of companies, SEBI records. സി ആണ്, രജിസ്റ്റർ ഓഫ് കമ്പനീസ്. ഇത്രയും ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്.